നമസ്കാരം 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എഐസിസിക്ക് പരാതി നൽകി ഉദുമ എംഎൽഎ. ഇടുക്കിയിൽ 4 കോൺഗ്രസ് നേതാക്കൾക്ക് സസ്പെൻഷൻ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വിനയായി വണ്ട് ശല്യത്തിന് കീടനാശിനി പ്രയോഗിച്ച വീട്ടുകാർക്ക് ശാരീരിക അസ്വസ്ഥ. അങ്കണവാടി ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടം വരുന്നു. മുന്നറിയിപ്പിൽ മാറ്റം, 8 ജില്ലകളിൽ നിന്ന് ശക്തമായ മഴ. എഐസിസിക്ക് പരാതി നൽകി ഉദുമ എംഎൽഎ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി എഐസിസി നിരീക്ഷകർ തയ്യാറാക്കിയ എംഎൽഎമാരുടെ പിന്തുണ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് ഉദുമ എംഎൽഎ കെ നീലകണ്ഠൻ പ്രതിഷേധമറിയിച്ചത്. പട്ടികയിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്താത്തതിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട പട്ടികയിൽ ആദ്യ പേര് നീലകണ്ഠന്റേതാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് കോളത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇടുക്കിയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത DCC പരസ്യമായി ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പ്രകടനം നടത്തിയതിനാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശനെ അനുകൂലിച്ച് തൊടുപുഴയിൽ ഒരു വിഭാഗം പ്രകടനം നടത്തിയത്. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു പ്രകടനത്തിന് ആഹ്വാനം. ഇതിനെതിരെ ഇടുക്കിയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ DCC വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധം അറിയിച്ചു. വീടിനുള്ളിലെ അസഹനീയമായ വണ്ട് ശല്യം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കീടനാശിനി തളിച്ച വീട്ടുകാർക്ക് ശാരീരികമായ അസ്വസ്ഥയും. പൂവംവയലിലെ വാടകപ്പുഴയിൽ താനിക്കുഴി കുഞ്ഞിരാമന്റെ വീട്ടുകാർക്കാണ് ദുരിതത്തിലായത്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ കീടനാശിനി പ്രയോഗിക്കാനാണ് മറുപടി കിട്ടിയത്. കീടനാശിനി തളിച്ചതോടെ വീട്ടിലെ അംഗങ്ങൾക്ക് ദേഹാസ്വസ്ഥ്യം നേരിട്ടു. കുഞ്ഞിരാമന്റെ മകൻ രജീഷ് ആശുപത്രിയിൽ ചികിത്സ നേടി. വണ്ട് ശല്യം ഒഴിവാക്കാൻ പുകപ്രയോഗം നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. 100 കണക്കിന് വണ്ടുകളാണ് ഓരോ മുറിക്കകത്തും അള്ളിപ്പിടിച്ച് കിടക്കുന്നത്. അങ്കണവാടി ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടം വരുന്നു. അങ്കണവാടിയിലെ കുരുന്നുകളുടെ വ്യക്തിത്വ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണമെന്ന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഉത്തരവിട്ടു. കുട്ടികളിൽ മാനസികാഘാതം ഉണ്ടാകുന്ന രീതിയിലുള്ള യാതൊരുവിധ നടപടിയും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. കുട്ടികളെ ശാരീരികമായോ മാനസികമായ അവസ്ഥകളെ ജീവനക്കാർ പരിഹസിക്കരുത്. അവരുടെ ഭയപ്പെടുത്തുന്ന പെരുമാറ്റമോ ക്രൂരമായ ശിക്ഷാ നടപടികളോ കർശനമായി നിരോധിച്ചു. അങ്കണവാടിയും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ജലസംഭരണികൾ നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. സംസ്ഥാനത്ത് മഴ കനക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ്. മധ്യതെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നു എന്നതാണ് അറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു.